ഇന്ത്യയെ ഞെട്ടിച്ച സംഭവമാണ് കാശ്മീരിലെ ഫഹൽഗാം. 26ഓളം ഇന്നസെൻ്റ് ഇന്ത്യൻ. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ മറക്കാൻ പറ്റാത്ത സംഭവം, ഈ ഭീകരന്മാർ അതിനകത്ത് ഹിന്ദുക്കളെ, അവരെ മാത്രം അവരോട് കലിമ ചൊല്ലാൻ പറഞ്ഞു. കള്ളത്തരം പറയുവാണെങ്കിൽ അവർ അങ്ങനെ പറയുന്ന ആൾക്കാരെ മാത്രം മാറ്റി നിർത്തി. അതിൻ്റെ ഉറപ്പായിട്ടും ഒരു ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു, അയാൾ എതിർത്തു. അയാൾ ക്രിസ്ത്യനാണ്, ഇൻഡോറുകാരൻ. അയാൾ പറഞ്ഞു അയാൾ കലിമയൊന്നും ചൊല്ലത്തില്ല, അയാൾ ക്രിസ്ത്യൻ തന്നെയാണ്, അതിൽ തന്നെ ജീവിക്കത്തുള്ളൂ, നിങ്ങൾക്ക് വേണേൽ വെടിവെച്ച് കൊല്ലാം. ബാക്കിയുള്ള അത് ഉൾപ്പെടെ ഏകദേശം 26 പേരെ വെടിവെച്ചു കൊന്നു. ആലോചിച്ച് നോക്കണം. കൃത്യമായിട്ട് പറയാം, ആ ഇൻസിഡന്റ് കഴിഞ്ഞ ശേഷം എനിക്ക് മോദി ഗവൺമെന്റിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങി. കൃത്യമായിട്ടങ്ങ് പറയാം. കാരണം ഞാൻ പിന്തുണച്ചുകൊണ്ടിരുന്ന സംഭവം. എന്തുകൊണ്ടാണ് വിശ്വാസം നഷ്ടപ്പെടാനുണ്ടായ കാരണം? കാരണം ഇവർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യയുടെയും ഇവിടെ ജീവിക്കുന്ന ജനങ്ങളുടെയും സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ല. ഈ പറയുന്ന ഫഹൽഗാമിൽ അങ്ങനൊരു അറ്റാക്ക്, അതിന് പൂർണ്ണമായിട്ടും വീഴ്ചകളുണ്ട്. സെക്യൂരിറ്റി ഫോഴ്സസിനെ പിൻവലിക്കുന്നു, അതായത് അവിടെ മുഴുവനും ആളുകൾക്ക് പോകാനും എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഇൻ്റലിജൻസ് ഫെയിലിയറായി. ഇതൊന്നും പുറമേ കാണിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ തമാശ. എല്ലാം അതിനെ ഒരു കള്ളത്തരം മറയ്ക്കാൻ വേണ്ടി 100 കള്ളത്തരം പറയുന്നു. ഫഹൽഗാമിൽ ഉണ്ടായത് ഇൻ്റലിജൻസ് ഫെയിലിയറാണ്. പുൽവാമയിൽ ഉണ്ടായത് ഇൻ്റലിജൻസ് ഫെയിലിയറാണ്. 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ നമ്മൾ നോക്കും, വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ആവർത്തിക്കുന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയുന്നു. കുന്തവാ തിരിച്ചടിച്ചേ, അതിനെപ്പറ്റിയും പറയാം. ബേസിക്കലി ഉണ്ടായ ഫെയിലിയർ എന്ന് പറയുന്നത്, അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ, അതാണ് നമ്മൾ എലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ്, ഒരു സോഫ്റ്റ് ഹാർഡ് ഹിന്ദുത്വ എന്ത് കുന്തമാണെങ്കിലും കുഴപ്പമില്ലാതെ കൊണ്ടുപോയി അവസാനം എല്ലാം കൂടെ കലവിട്ട് ഉടച്ച് ദൂരെ കളഞ്ഞു. എന്നിട്ട് ഇത് റെസ്പോൺസിബിൾ, അതായത് അക്കൗണ്ടബിലിറ്റി, ഇത് ചെയ്തവന്മാരെ മുഴുവൻ പിടിച്ചു. അതിനുള്ള ധൈര്യമൊന്നുമില്ല. അതിനൊക്കെ ധൈര്യമുള്ളത് ഇസ്രായേലും അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് കയറി ചാടാൻ പോയി, കിട്ടിയോ തിരിച്ചടി. എന്നിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞു പോയി. എന്താണ് യഥാർത്ഥ സംഭവം? ആർക്കാണ് അതിൻ്റെ നഷ്ടമുണ്ടായത്? നമ്മൾ കുറച്ചെടുത്ത് പോയി ബോംബ് ചെയ്തു, തിരിച്ചു അവൻ കയറി വന്നേ. അപ്പം എന്താണ് ഇതിനൊരു, എങ്ങനെയാണ് ഇത് പ്രിസിഷൻ, ഇതിന് റിട്ടാലിയേഷൻ എന്ന് പറയുന്നത്? ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടുണ്ട്, യൂട്യൂബും ചില സാറ്റലൈറ്റ് ചാനലൊക്കെ, ഹമാസ് തിരിച്ചടിച്ചു, ഇറാൻ തിരിച്ചടിച്ചു. ഇതേപോലെയാണോ ഇന്ത്യ ഈ ഭീകര പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള തിരിച്ചടി? ഈ തിരിച്ചടിയാണോ കൊടുക്കേണ്ടത്? മോദി പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ കയറി അടിക്കും. കോപ്പാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞ് ഡൽഹി ടെറർ അറ്റാക്ക് ഉണ്ടായില്ലയോ? അപ്പം ഞാനിപ്പോൾ എൻ്റെ യാഥാർത്ഥ്യം പറയാം. ഇപ്പം നമുക്ക് ഇങ്ങനൊരു ടെറർ അറ്റാക്ക് ഉണ്ടായ നമ്മുടെ വീഴ്ചയാണ്. പക്ഷേ അതിൻ്റെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ തെരഞ്ഞു പിടിച്ചാണ് കൊല്ലേണ്ടത്. അല്ലാതെ പെട്ടെന്ന് പോയി ഒരിടത്ത് ബോംബ് ചെയ്തു, തിരിച്ച് നമ്മുടെയും കുറച്ച് എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടു. അവസാനം അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം മീഡിയേറ്റ് ചെയ്തു. അമേരിക്കയാണ് സീസ് ഫയർ കൊണ്ടുവന്നേ. ഇതുമായി ബന്ധപ്പെട്ട് എത്ര എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടു, അതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ പല ക്വസ്റ്റ്യൻസ് വന്നല്ലോ. 7, 8, 5, 6 പല ആൾക്കാരും ഫോട്ടോ കാണിച്ചല്ലോ. പല ഇന്റർനാഷണൽ മീഡിയയിൽ വാർത്തകൾ വന്നല്ലോ. ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഡിപ്ലോമാറ്റ്, ഇന്ത്യയുടെ മന്ത്രിയോ ഇതിനെ എതിർത്തോ? നമ്മളിപ്പോൾ എന്തു നേട്ടമാണ് നേടിയത്? ശശി തരൂരിനും മറ്റു പല ഡെലിഗേറ്റ്സും ലോകത്ത് പല രാജ്യങ്ങളിലും പോയി, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ പോയി. കാരണം ഇന്ത്യ ബോംബ് ചെയ്തിരിക്കുന്ന അവിടുത്തെ പാകിസ്ഥാനിലെ ചില മോസ്കും പരിപാടിയിലൊക്കെയാണ്. അതിനകത്ത് ഇന്റർനാഷണൽ മീഡിയ, അത് ഞാൻ ഇന്ത്യൻ മീഡിയയുടെ കാര്യമൊന്നുമല്ല പറയുന്നത്, അതിനകത്ത് അവർ പറയുന്നുണ്ട് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. അപ്പം ഇന്ത്യക്കൊരു ഷാഡോ ബോക്സ് ഉണ്ടായി, തെറ്റായ രീതിയിലോട്ട് കാര്യങ്ങൾ പോയി. അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി ഇന്റർനാഷണൽ ഡെലിഗേഷനെ വിറ്റു.
ശശി തരൂർ പറഞ്ഞു അവിടെ എല്ലാം പോയി എല്ലാം ശരിയാക്കി. ആദ്യം മനസ്സിലാക്കുക, നമ്മൾ ഭയങ്കര മിടുക്കന്മാരും അവർ ഭയങ്കര പൊട്ടന്മാരും അത് ധരിക്കരുത്. അതിനുശേഷം മോദിയുടെ ഗ്രാഫ് കണ്ടോ താഴോട്ട് പോയത്, പിന്നീട് തിരിച്ചു വന്നോ? അവസാനം ഇന്ന് ഇതൊരു എക്കണോമിസ്റ്റ് ഒരു റഷ്യൻ ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് അദ്ദേഹം പറയുക, കഴിഞ്ഞ 25 വർഷമായിട്ട് എങ്ങനെയാണ് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റും പോയിക്കൊണ്ടിരുന്നത്, അതിനേക്കാളും കഷ്ടമായിട്ടാണ് കഴിഞ്ഞ 2025-26 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സെൻസെക്സ് കൂടിയത് കഴിഞ്ഞ് വാല്യൂ, ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കുറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ ഗ്രോത്ത് ഒന്നും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ഫ്ലോപ്പാണ് ഉണ്ടായേക്കുന്നത്. എവിടെയാണ് ഫെയിലിയർ ആയത്? ഇതിന് ആരാണ് ഉത്തരവാദി? ഇവരെ പിടിച്ചു എന്ന് പറയുന്നു ചില ആൾക്കാർ. ചില ഇൻ്റർനാഷണൽ മീഡിയ തന്നെ പറയുന്നു ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികളൊക്കെ പലയിടത്തും ഉണ്ട്. അവർ പല രീതിയിലും രക്ഷപ്പെട്ടു. അവസാനം ഇന്ത്യയുടെ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു, അതായത് ഫാൽഗാമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഭീകരന്മാർ നേരത്തെ അതിൻ്റെ ഫോട്ടോഗ്രാഫ്സും ഒക്കെ സംഭവങ്ങൾ വീഡിയോ ചൈനയ്ക്ക് അയച്ചു കൊടുത്തു. ഇത് എവിടുന്ന് ഒറിജിൻ ചെയ്തത്? പാകിസ്ഥാനിൽ നിന്നാണോ ചൈനയിൽ നിന്നാണോ? അപ്പൊ അതിലോട്ടൊന്നും ഇന്ത്യ പോയില്ലേ. ഇവിടുന്ന് ഇത് ഒറിജിൻ ചെയ്തത്, ഒറിജിൻ ചെയ്തിരിക്കുന്ന ചൈനയിൽ നിന്നാണ് ഈ സംഭവം. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്ലോബലി അൺചലഞ്ചബിൾ ആയിട്ട് മാറുന്നു. G7 രാജ്യങ്ങളാണെങ്കിൽ G20 ആണെങ്കിൽ ഗ്ലോബലായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു ഭയങ്കര സ്റ്റേച്ചർ ഉണ്ടാവുന്നു. അത് ചൈനയെ കൊണ്ട് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ട്രിഗർ ചെയ്തതാണ് ഈ ഫാൽഗ. അത് എല്ലാ ഇൻ്റർനാഷണൽ എക്സ്പേർട്ടുകളും പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ ചൈനയുടെ കാര്യത്തിൽ അവരെ ഇത് ഗ്ലോബലായിട്ട് കൊണ്ടുപോയി അവരെ താറടിക്കാൻ ശ്രമിച്ചോ? ഇല്ല. കാരണം നമുക്കിന്നും ചൈനയെ പേടിയാണ്. നമ്മൾ ചൈനയെ വെട്ടുമെന്നായി കഴിഞ്ഞപ്പോൾ, അതായത് കോവിഡിന് ശേഷം ഡീലിങ്കിങ്, യൂറോപ്യൻ രാജ്യങ്ങളുടെ അമേരിക്കയുടെയും ചൈനയുമായിട്ടുള്ള ബന്ധം, അതായത് ഡീകപ്ലിങ് ഉണ്ടായ ശേഷം, അതായത് ഈ പറയുന്ന പല രാജ്യങ്ങളുടെ ഔട്ട്സോഴ്സിങ് ഇന്ത്യയിലോട്ട് വരാൻ തുടങ്ങി, ചൈനീസ് എക്കോണമിയെ ബാധിക്കാൻ തുടങ്ങി. ഇത് ഞാൻ ഡേ 1 ഓൺവേർഡ്സ് പറയുന്നു, ഇന്ത്യ വളരെ സൂക്ഷിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രിക്ക്, നമ്മുടെ ഭരിക്കുന്നവർക്കും ഇതിനെപ്പറ്റിയുള്ള ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തെങ്കിലും വൃത്തികെട്ട ഗെയിം കൊണ്ടുവരും, ആ ഗെയിമിനകത്ത് വീഴരുത്. ഇന്ത്യ വീണു. അവിടെയാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ, നിങ്ങൾ എപ്പോഴും മീഡിയയിലൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്, അജ്ഞാതന്മാർ പല ആൾക്കാരെയും കൊല്ലുന്നു പാകിസ്ഥാനിൽ. ബലൂച്ച് ഓപ്പറേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ? ജാഫർ എക്സ്പ്രസ് ട്രെയിനുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, അവരെല്ലാ ആരോപണം ഇന്ത്യയാണ് ചെയ്തത്. ഉറപ്പായിട്ട് ഇന്ത്യ ആയിരിക്കും ചെയ്തത്. കാരണം ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ പബ്ലിക്കായിട്ട് പറഞ്ഞു, ഇനി ഒരു ബോംബെയും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാനെ രണ്ടാക്കും. അതൊരു തീരുമാനമാണ് ഗവൺമെൻറ്റിൻ്റെ. അപ്പം അങ്ങനൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോഴും മനസ്സിലാക്കണം, ഈ പറയുന്ന ഇതേപോലെയുള്ള ഇൻസിഡൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അത് ഇന്ത്യയുടെ നഗരങ്ങളിലൊന്നും ഈ ബോംബ് പൊട്ടിക്കുകയും സംഭവങ്ങളൊന്നും ഈ പറയുന്ന വലിയ സംഭവമൊന്നുമല്ല നമ്മൾ കരുതിയിരിക്കുക. ഇതൊന്നും പൂർണ്ണമായിട്ടും തടയാനൊന്നും പറ്റത്തൊന്നുമില്ല, ചുമ്മാ പറയുന്നേ. ഇന്ത്യയുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ബോർഡറുമായിട്ടും അതേപോലെ ഇന്ത്യയുടെ കോസ്റ്റൽ അതുമായിട്ടൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഇതേപോലെയൊക്കെ പെനട്രേഷൻ ഉണ്ടാകും. പക്ഷേ നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികൾ പൂർണ്ണമായിട്ടും ആക്റ്റീവായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് തടയാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ എല്ലാ ബോർഡറിലും നമുക്കെതിരെ ശത്രുക്കളുണ്ട്, ഇൻക്ലൂഡിങ് ബംഗ്ലാദേശ്. അവിടെ നിന്നും പെനട്രേറ്റ് ചെയ്യാം. ഏകദേശം 2 കോടിയോളം ഇല്ലീഗലായിട്ടുള്ള ബംഗ്ലാദേശി പൗരന്മാർ ഇന്ത്യയിലുണ്ട്. ഇപ്പം ഇന്ത്യയിൽ പലതും നടക്കാൻ സാധിക്കും. പക്ഷെ കരുതിയിരിക്കുക, പെട്ടെന്ന് കയറി ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രമാണ്, അതാണ് ഇതാണ്, ഞങ്ങൾ വേറെ ആരെയും അടുപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമുണ്ടാകും. ഇവിടെ മാത്രമല്ല, ഇൻ്റർനാഷണലി ഇന്ത്യക്കെതിരെ പ്രശ്നമുണ്ടാകും. എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ഡെലിഗേറ്റ്സ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഏറ്റവും കൂടുതൽ അവിടെ പോയി അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ച് അതിനുശേഷം മനസ്സിലാക്കുക, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഈ മിഡിൽ ഈസ്റ്റ് കൂടെ അക്സെപ്റ്റൻസ് പൂർണ്ണമായിട്ടും പോയി, പാകിസ്ഥാൻ അക്സെപ്റ്റൻസ് കൂടി. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചു അതിൻ്റെ വിപരീത ഫലം ഉണ്ടായി.
ഈ പറയുന്ന ആൾക്കാരെ പിടിക്കാനും പറ്റിയില്ല. ഈ പറയുന്ന ഈ ചെയ്തവന്മാരെല്ലാം ഈസി ആയിട്ട് കറങ്ങി തിരിഞ്ഞ് ലോകത്തിൽ പല ഭാഗത്തായിട്ട് കഴിയുന്നു. ചൈനയ്ക്കെതിരെ നമുക്ക് മിണ്ടാൻ പറ്റിയോ? അവസാനം നമ്മൾ ചൈനയെ എടുത്തു പോയി. ഇന്ത്യയിൽ ഇതേപോലെയുള്ള, അതായത് പാകിസ്ഥാൻ്റെ വെപ്പൺസ് ഒരു ഭാഗത്ത് ടർക്കി കൊടുത്തു, ഒരു ഭാഗത്ത് ചൈന കൊടുത്തു. നമ്മൾ ഈ രണ്ട് രാജ്യങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ പറ്റിയോ? എൻ്റെ ചോദ്യമാണ്. അവസാനം അമേരിക്കയുമായിട്ടും തെറ്റി. വിശ്വഗുരു എന്ന് പറഞ്ഞ വിശ്വഗുരുവായി മാറി, കുരുവായി മാറി. അതല്ലേ കണ്ടത്? ഇതാണ് ഡിപ്ലോമാറ്റിക് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. എവിടെയാണ് ഇന്ത്യ ഫെയിലിയർ ആയത്? ഇന്ന് പാകിസ്ഥാനാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാറിൻ്റെ മീഡിയേറ്റർ. ആലോചിച്ച് നോക്കണം. ഇന്ത്യ പാകിസ്ഥാൻ നമ്മൾ എവിടെ കിടക്കുന്ന രാജ്യമായിരുന്നു? നമ്മളെ താപ്പോട്ട് കൊടുത്തു. ഇതാണ് ദുരന്തം ഉണ്ടാക്കി കൊടുത്തു മോദി. അതായത് ശരിക്കും ഹോംവർക്ക് ചെയ്യാത്ത കാര്യങ്ങൾ. അതേപോലെ തന്നെ പാർലമെന്റിലെ വനിതാ ബില്ലും ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഡിഫീറ്റ് സ്വന്തമായിട്ട് തോൽവി ഏറ്റുവാങ്ങി. പക്ഷെ പുറമെല്ലാം പറഞ്ഞ് പച്ചക്കള്ളത്ത്. ഇതേപോലെ തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറും ഫാൽഗാമുമായി ബന്ധപ്പെട്ട് ചെയ്തവനെയാണ് തട്ടേണ്ടത്, ഇന്നസെന്റ് ആൾക്കാരെ അല്ല. ചിലപ്പോൾ കൊന്നതിൻ്റെ അകത്ത് പല ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ടെറർ ആക്ടിവിറ്റീസ് ഉള്ളവരുണ്ടായിരിക്കും, ഒരു സംശയമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ചെയ്തത്? അവരെ തൊടാൻ നമ്മൾക്ക് കഴിഞ്ഞു. സ്ട്രോങ് ആയിട്ട് ടർക്കിക്കെതിരെയും ചൈനയ്ക്കെതിരെയും സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞോ? അമേരിക്ക എന്ന് പറഞ്ഞ ട്രംപ് നമ്മളുമായിട്ട് അകന്നും പോയി. ട്രംപ് അല്ലയോ സീസ് ഫയർ ഉണ്ടാക്കി? ട്രംപാണ് സീസ് ഫയർ അനൗൺസ് ചെയ്യുന്നത്. ഇന്ത്യയോ പാകിസ്ഥാനോ വല്ലോ ഒന്നും അല്ല, ട്രംപാണ് അനൗൺസ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് ട്രംപിന് സ്വാധീനമില്ലാതിരിക്കുന്നത്? അവസാനം അവരുമായിട്ടും തെറ്റി. ഇതാണ് എൻ്റെ ചോദ്യം. നമ്മൾ എന്ത് നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു? എന്നിട്ട് ഈ ടെറർ എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും പോയോ? പോയില്ല. പിന്നീടുണ്ടായോ? ഉണ്ടായി. ഇത്രയേ ഉള്ളു കാര്യങ്ങൾ. ഒരു രാജ്യം ഭരിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ സ്വാർത്ഥമായ ചില താല്പര്യങ്ങൾക്കും, അതായത് ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം, അതിനകത്തുള്ള ചില ഹാർഡ് കോർ ആയിട്ടുള്ള ഹിന്ദുറ്റ കമ്മ്യൂണിറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ മുൻനിർത്തി മാത്രമാകണം നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടത്. അതിൻ്റെ റിപ്പർക്കഷന് സെറ്റ് ബാക്ക് നമുക്ക് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരുന്നു. അവസാനം എല്ലാവരുമായിട്ട് നമ്മൾ പിണക്കത്തിലോട്ട് പോയി. ഇന്ന് അതിൻ്റെ ഡാമേജ് കൺട്രോൾ ചെയ്യുന്ന പരിപാടിയിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡിപ്ലോമസി വർക്ക് ചെയ്യുന്നത്. അതാണ് ഡാം ഫെയിലിയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? എങ്ങനെയാണ് ഇസ്മായിൽ ഹനിയ ഈ ആൾക്കാരെ എങ്ങനെയാണ് ഓരോരുത്തരെ പോയി തട്ടുമായിരുന്നു? അലി ഖമനായി അയാളെ പോയി തട്ടി. ആരാണ് റെസ്പോൺസിബിൾ? അവനെയാണ് തീർക്കേണ്ടത്. അതാണ് മെസ്സേജ് എന്ന് പറയുന്നത്. ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് അമേരിക്ക സെക്കൻഡ് വേൾഡ് വാറിൽ ജപ്പാനിൽ കൊണ്ട് ആറ്റം ബോംബ് പ്രയോഗിച്ചതിൻ്റെ കാര്യം എന്താ? അതായത് അമേരിക്കയുടെ ഒരു ബേസ് ഉണ്ട്, പേൾ ഹാർബർ, ഹവായി. അവിടെ ജാപ്പനീസ് യുദ്ധവിമാനങ്ങൾ അവിടെ ബോംബ് ചെയ്തു. അതിൻ്റെ പ്രതികാരമാണ് അവർ ആറ്റം ബോംബ്, ന്യൂക്ലിയർ വെപ്പൺസ് അവിടെ ഉപയോഗിച്ചത്. ഇവിടെയും ഇന്ത്യ ചെയ്യേണ്ട പ്രിസിഷനായിരുന്നു. എന്ത് തെറ്റ് ചെയ്തു? അവനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്, അല്ലാതെ ഈ പറയുന്ന ജനറലായിട്ട് പോയി അറ്റാക്ക് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ നമുക്ക് എതിരായിട്ട് മാറിയത്. ഒരു ലോകരാജ്യവും, ഞാൻ കൃത്യമായിട്ട് പറയാം, ഇന്ത്യയുടെ ഡിപ്ലോമസി ഒരു ലോകരാജ്യങ്ങളും നമ്മൾ ഈ പറയുന്ന അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അതിനുശേഷം പാകിസ്ഥാന് വന്നിരിക്കുന്ന അഡ്വാൻറ്റേജ് നിങ്ങൾ മനസ്സിലാക്കുക. യുണൈറ്റഡ് നേഷനിൽ കോച്ചെയർ ചെയ്യുക ടെററിസത്തിനെതിരെ. അമേരിക്കയും പാകിസ്ഥാനും പ്രത്യേക ഗ്രൂപ്പായിട്ടങ്ങ് മാറി. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വൈറ്റ് ഹൗസിൽ പാകിസ്ഥാൻ അസിം മുനീർ 3 പ്രാവശ്യമാണ് ഗസ്റ്റായിട്ട് പോകുന്നത്. സെൻട്രൽ കമാൻഡ് അമേരിക്കൻ മൈക്കൽ ഖുരീല, അയാളുടെ ഓഫ് റിട്ടയർമെൻറ്റ്, അതിൻ്റെ ചീഫ് ഗസ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഈ പറയുന്ന പാകിസ്ഥാൻ ആർമി ചീഫായിരുന്നു. ആരാ ഇത് കൊണ്ടെത്തിച്ചത്? അതേപോലെ അറബ് രാജ്യങ്ങളുമായിട്ട് പാകിസ്ഥാൻ്റെ ബന്ധം പൂർണ്ണമായിട്ടും പഴയതിൽ നിന്നും 4 ഇരട്ടിയായി മാറി. സൗദി അറേബ്യയും പാകിസ്ഥാനും പുതിയ ബ്ലോക്കായിട്ട് മാറുന്നു. മനസ്സിലാക്കുക, ഏകദേശം 85 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യയുമായിട്ട് ട്രേഡ് വളരെയധികം നടത്തുന്ന രാജ്യങ്ങളാണ് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ. ആ ബന്ധത്തിന് കോട്ടമുണ്ടായി.
അതിനുശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ പറയുന്ന അറബ് രാജ്യങ്ങളെ അടുക്കുന്നില്ല. മിഡിൽ ഈസ്റ്റിൻ്റെ, അതായത് അബുദാബിയുടെ കിങ്ങിനെ ഒരു 2 മണിക്കൂർ കൊണ്ടുവരുവാണ് ഇന്ത്യയിലോട്ട്. ഗവൺമെൻറ് ഒരു നാടകം നടത്തിയ, കാരണം ഒരു രാജ്യങ്ങളും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ഈ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോയത്. കാരണം ഇന്ത്യയുടെ റെമിറ്റൻസ്, അതായത് ഇപ്പോഴും ഏറ്റവും കൂടുതലുള്ളത് അമേരിക്ക കഴിഞ്ഞ ഏറ്റവും കൂടുതലുള്ള മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളാണ്. 45% റെമിറ്റൻസ് ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യയുടെ ഓയിലാണെങ്കിൽ ഏകദേശം 44%. അതേപോലെ തന്നെ ഗ്യാസ്, LNG, അത് ആ ഒരു ബന്ധം ശരിക്കും ഒലച്ചിലുണ്ടായി. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും ഇന്ത്യൻ മീഡിയ ആൾക്കാരൊക്കെ പറയുന്ന എല്ലാം ബ്ലണ്ടറായി അങ്ങ് മാറി. ട്രംപിനെ തെറി വിളിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ട്രംപ് അതിനുശേഷം ഇന്ത്യ മൈൻഡ് ചെയ്തില്ല, മൈൻഡ് പോലും ചെയ്തില്ല ട്രംപ്. ഈ പറയുന്ന അമേരിക്ക ഇന്ത്യക്കെതിരെ വേണ്ടാത്ത മുഴുവനും താരിഫ് അടിച്ച് കയ്യിൽ അടിച്ചുകൊണ്ട് തന്നു. അതിൻ്റെയാണ് ഇപ്പോൾ കാണുന്നത്. പല ഫാക്ടറികൾ അടയ്ക്കുന്നു, ഇന്ത്യൻ എക്സ്പോർട്ട് ഡീറെയിലായി പോകുന്നു, മറ്റുള്ള രാജ്യങ്ങൾ നമ്മളെ തള്ളിക്കളയാൻ ശ്രമിക്കുന്നു. അതാണ് ഡിപ്ലോമാറ്റിക് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പം എവിടെയാണ് പാളിച്ചയുണ്ടായത്? ഇതാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഉറപ്പായിട്ടും ഇത്ര ഹിന്ദുക്കളെ പേര് വിളിച്ച് നമ്മളത് റിട്ടാലിയേഷൻ ചെയ്യണം, പക്ഷെ വളരെ പ്രിസിഷനായിരിക്കണം. അത് നമ്മൾ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പാകിസ്ഥാനിൽ. ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നു ഇല്ല. ബലൂച്ചിൻ്റെ കാര്യം ചെയ്യാൻ പറ്റുന്നു ഇല്ല. ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനുമായിട്ട് അമേരിക്ക ഒരു ഡിക്റ്റാറ്റ് അങ്ങ് കൊടുത്തു. കാരണം പാകിസ്ഥാനെ ഇനിയും കയറി ഊതുന്ന രീതിയിൽ ഇന്ത്യ ഇനിയും പ്രശ്നമുണ്ടാക്കരുത്. ട്രിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ കയ്യിലാണ് ഇതിന് ട്രിഗർ ഇരിക്കുന്നത്. അമേരിക്കയും പാകിസ്ഥാനുള്ള ബന്ധം ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനുശേഷം മനസ്സിലാക്കുക, ഒരു സമയത്ത് പാകിസ്ഥാനിൽ വിദേശ കറൻസി ഇല്ല. ഒരു അറബ് രാജ്യങ്ങൾ അവർക്ക് ഓയിലോ ഗ്യാസോ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അതിൻ്റെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പല ആവർത്തി. ഇന്നവർക്ക് ആ പ്രശ്നമില്ലാതായി മാറി. ഇതെല്ലാം ഈ ഒറ്റ ഒരു പാളിച്ചയിൽ നിന്നുമാണ് കയറി വരുന്നത്. ഇതുമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ യഥാർത്ഥത്തിൽ അക്കൗണ്ടബിലിറ്റി, ആരാണ് ചെയ്തത്, അവനെ പൊക്കാൻ സാധിച്ചോ ഇല്ല. ആരാണ് ഒറിജിൻ ചെയ്തത്, അവിടെ നമ്മൾ പൂർണ്ണമായിട്ടും അതിനെതിരെ റിട്ടാലിയേഷൻ, ചൈനയ്ക്കെതിരെ ചെയ്യാൻ സാധിച്ചോ ഇല്ല. ടർക്കിയുമായിട്ട് നമ്മൾ ആപ്പിളിൻ്റെ വേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ടർക്കിയായിട്ട് റിലേഷൻഷിപ്പ് ഇല്ലേ? ഉണ്ട്. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡബിൾ രാജ്യമാണ്. നമ്മൾ നമ്മുടെ തോന്നുന്ന രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സമയത്ത് നമ്മൾ ആഫ്രിക്കൻ രാജ്യത്തെക്കാളും കഷ്ടമായിട്ട് പോകും. കാരണം ഈ പറയുന്ന ഇന്ത്യക്കാരെ അവിടെ നിർത്തത്തില്ല, തിരിച്ചങ്ങ് പറഞ്ഞു വിടും. ഇപ്പോഴാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും മോദിക്കും പല കാര്യങ്ങളും പിടികിട്ടിയത്. ഡിപ്ലോമസിയുടെ വ്യാഖ്യാനം എന്താണ്? ഈ പറയുന്ന പല രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൽ ഇപ്പോൾ അമേരിക്ക പോലെ നമുക്ക് കളിക്കാൻ സാധിക്കത്തില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഈ ഗെയിം എല്ലാം കളിക്കുന്നതിൻ്റെ കാരണം അവരുടെ പുറകിൽ അമേരിക്ക എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇന്ന് ഒരു ഗെയിമും കളിക്കാൻ പറ്റത്തില്ല. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കീ പോയിന്റ്. അമേരിക്കയ്ക്ക് കളിക്കാം, എന്ത് ഗെയിമും കളിക്കാം. ഇറാനെതിരെ ബ്ലോക്കേഡ് കൊണ്ടുവരാം, അവിടെ കൊണ്ട് ബോംബിടാം. അമേരിക്ക ലോകത്ത് ഇഷ്ടമുള്ള രാജ്യത്ത് കൊണ്ട് ബോംബിടും. കാരണം അതാണ് ലോക പോലീസ്. അവൻ്റെ കയ്യിലാണ് ഈ പവർ മുഴുവൻ ഇരിക്കുന്നത്. അത് കയറി നമ്മൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഗ്രോയിങ് എക്കോണമിയാണ്, നമ്മൾ അച്ചീവ്ഡ് എക്കോണമി അല്ല. നമ്മൾ ഇന്നും ഡിപ്പെൻഡബിൾ ആണ്. അതായത് അമേരിക്ക ഈ ഗ്യാസോ ഇതൊക്കെ അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ കണക്ക് പറയും, സൗദി അറേബ്യയുടെ 4 ഇരട്ടി ഉണ്ട് അമേരിക്കയുടെ ഈ സാധനം. പക്ഷേ ഇന്ത്യയുടെ 84% ഈ സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്. ഒരു കർഷകന് ഇവിടെ കൃഷി ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫർട്ടിലൈസർ പോലും പുറത്തുനിന്ന് അറബ് രാജ്യങ്ങളിൽ നിന്ന് വരണം. ഇതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കിട്ടിയ വലിയൊരു പാഠം. കാരണം കാണിച്ചത് അബദ്ധമായി പോയത് ഗവൺമെൻറ്റിന് അറിയാൻ. അവസാനം അമേരിക്കയുടെ കാലയെ പിടിച്ച് അവന് പറയുന്ന എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷനിലാണ് ആ ജോയിൻറ്റ് കോൺഫറൻസ്, അതായത് ട്രേഡുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ കാലേ കയറി പിടിച്ചു. ഇതേ പറഞ്ഞത്, ഇതേ ഉള്ളു സംഭവം. അതായത് അവൻ്റെ പണമുണ്ട്, അവൻ്റെ പവറുണ്ട്. അവസാനം ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ അടുത്തൊരു വീഡിയോയ്ക്കകത്ത് പറയാം. അവസാനം റഷ്യയുടെ കാര്യം അമേരിക്ക പറയുന്ന പോലെ ഉള്ളൂ. ഇന്ത്യ റഷ്യയായിട്ടുള്ള റിലേഷൻഷിപ്പ് പുട്ടിനെ കൈപിടിക്കും, മുത്തും എല്ലാം ചെയ്യും.
കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറാണ് അമേരിക്ക, ഇന്ത്യയുടെ ഏറ്റവും വലിയ ടെക്നോളജി പാർട്ട്ണറാണ് അമേരിക്ക. ഇതൊന്നും റഷ്യയുമായിട്ടില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. അമേരിക്ക തീരുമാനിച്ച് അവനത് നടപ്പിലാക്കും. അത് ഇവിടെ നല്ല എല്ലായിടത്തും നടപ്പിലാക്കും. അതാണ് അവൻ്റെ പവർ എന്ന് പറയുന്നത്. ഇറാൻ ഇത്രയും പ്രശ്നമുണ്ടായിട്ട് ചൈന മിണ്ടിയോ? ഇത്രയും വലിയ പവറായുള്ള റഷ്യ മിണ്ടിയോ? ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലായിക്കോണം. അതായത് ഫാൽഗം അറ്റാക്ക് നമ്മൾ ചെയ്യേണ്ട റിറ്റാലിയേഷൻ നമ്മൾ ചെയ്തില്ല. അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പാകപ്പിഴ. എന്തൊക്കെയോ ചെയ്തു. അതല്ല, പ്രിസൈസായിട്ട് പലതും ചെയ്യണമായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് ഫെയിലിയറായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനുശേഷമാണ് ഇന്ത്യയുടെ എക്കോണമി ആണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇമേജ് ആണെങ്കിലും ഇന്ത്യയുടെ ഗ്ലോബൽ ഇമേജ് ശരിക്കും ഡിക്ലൈൻ ചെയ്തു എന്ന കാര്യത്തിൽ നിങ്ങൾ തന്നെ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് മനസ്സിലാക്കുക. ഇതാണ് മോദി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഫെയിലിയർ എന്ന് പറയുന്നത്.